ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം. 2-3 ദിവസത്തെ ഗ്യാപ്പ് വന്നു ഓടിവിടാനായിട്ട്. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ നമ്മളെയൊക്കെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നതിന് എപ്പോഴും പ്രത്യേകമായിട്ട് ദൈവത്തെ ഓർത്ത് തന്നെ നന്ദി പറയണം. ഒന്നും വിട്ടുപോകരുത്. ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വലിയ വലിയ സഹനങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തുമ്പോഴും ഒക്കെ ഒരിക്കലും പരാതിയോ പരിഭവങ്ങളോ കൂടാതെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയുള്ള കാലഘട്ടങ്ങളൊക്കെ തന്നെ എല്ലാവരും ഒരുപോലെ തന്നെ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ നമ്മളും പങ്കുകാരാകുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഒരുപാട് വേദനകൾ ദൈവമക്കൾ അനുഭവിക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആഹാരത്തിന് ഒരിക്കൽ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അന്നത്തെ ആഹാരം എന്ന് പറയുന്നത് ഹെൽത്തി ആയിരുന്നു. നമുക്ക് നോക്കാം, ഇന്ന് ഫാസ്റ്റ് ഫുഡാണ് എല്ലാ കുടുംബങ്ങളിലും കഴിക്കാറ്, മിക്ക കുടുംബങ്ങളിലും അതെ. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലാണെങ്കിലും ഒക്കെ എല്ലാം മായമാണ് അല്ലേ. അപ്പോൾ അത് മാത്രമല്ല, രോഗങ്ങൾ കൂടുന്നു, പീഡനങ്ങൾ കൂടുന്നു, കൊലപാതകങ്ങൾ കൂടുന്നു, ലൈംഗികമായിട്ടുള്ള ആസക്തികൾ കൂടുന്നു, പൈശാചികമായിട്ടുള്ള ദുരിതങ്ങൾ കൂടുന്നു. ഇങ്ങനെ പോയി 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 നമ്മുടെ ലോകത്തിൻ്റെ ഗതി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മനസാക്ഷി ഇല്ലാത്ത മനുഷ്യർ ഇന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. പലതരത്തിലുള്ള വിശ്വാസ ത്യാഗങ്ങൾ ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ അവർക്കൊക്കെ വേണ്ടി നമുക്കൊന്ന് ഓർത്ത് പ്രത്യേകം സമർപ്പിക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കടബാധ്യതയെക്കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവ് തന്ന ഒരു സന്ദേശം എന്നതിലുപരി എൻ്റെ ജീവിതാനുഭവങ്ങളും കൂടി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കടബാധ്യത, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ട് നമുക്കറിയാം, ഏറ്റവും ആദ്യം അത് നമുക്ക് സാഹചര്യങ്ങളാണ് നമ്മളെ അങ്ങനെ ആക്കിയെടുക്കുന്നത്. നമ്മളിലുള്ള സാഹചര്യം നമുക്കൊരു പക്ഷേ ആ സമയത്ത് നമ്മുടെ കയ്യിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ പലിശയ്ക്ക് എടുക്കും, ലോൺ എടുക്കും, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ കടം മേടിച്ചൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുന്നത്. പക്ഷേ അതിന് ഒരു കടം തീർക്കാൻ വേണ്ടി വേറൊരു കടം മേടിക്കുമ്പോൾ പിന്നെയും പിന്നെയും ബാധ്യതകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം ആത്മഹത്യയുടെ വക്കിലേക്ക് നടന്നു നീങ്ങുന്ന ഒരവസ്ഥയിലേക്ക്, മാനസിക സംഘർഷങ്ങളിലേക്കൊക്കെ നമ്മളെ അത് തള്ളി വീഴ്ത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളൊരു കുടുംബമാണ് എൻ്റേത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ താൽക്കാലികമായിട്ടെന്ന രീതിയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി മനസാക്ഷിയുള്ളവരൊക്കെ മുന്നോട്ട് വരാറുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, വലിയൊരു കെണിയിൽ ചെന്നുപെട്ട എൻ്റെ ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ദൈവം തമ്പുരാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കർത്താവിനോട് ചോദിച്ച പക്ഷം എല്ലാം തന്നെ എനിക്ക് തന്നിട്ടുമുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിലെ സാമ്പത്തിക ബാധകൾ മാറിയത് എങ്ങനെയാണെന്ന് അറിയാമോ? ഏകദേശം 2023 കാലഘട്ടത്തിൽ ഞാൻ ഒരാളെ പരിചയപ്പെടാനിടയായി. പരിചയപ്പെട്ട സമയത്ത് ഈ യുവതി എന്നോട് വളരെ സ്നേഹത്തോടെ ഇടപെടുകയും എന്താ പറയുക, അവരുടെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളും, അതായത് ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളൊന്നുമില്ല, അത്യാവശ്യം നല്ല വലിയ കുടുംബമാണ്. പക്ഷേ ഇവരുടെ കുടുംബത്തിൽ മൊത്തത്തെ സമാധാനക്കേടാണ്. അതായത് അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബം. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കുടുംബത്തിന് വളരെയധികം സമാധാനമുണ്ട്, ദൈവം ഇടപെടുന്നു ഒക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെന്നെ പ്രത്യേകമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പറൊക്കെ വിളിച്ചു. പോകെ ഇവരുടെ വേദനകളൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് എൻ്റേത്. ഞങ്ങൾ 2 പെൺകുട്ടികളും അതോടൊപ്പം തന്നെ കാരണവന്മാരും ഒക്കെയുള്ള ഒരു കുടുംബം. സാമ്പത്തികപരമായും അല്ലാതെയുമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നൊരവസ്ഥ. വീടില്ല, അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോഴാണ് ഈ സ്ത്രീ ഇവരുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ അതിര് വിട്ടൊരു ബന്ധം ഞാൻ ആരുമായിട്ട് ഉണ്ടാക്കാറില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഇവർ സംസാരിച്ചപ്പോൾ എനിക്ക് ഇവരോട് എന്തൊക്കെയോ
വളരെയധികം ഒരു സ്നേഹം തോന്നി തുടങ്ങി എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കാതിരുന്നത് അതിനകത്തൊരു അപകടം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇവരെന്നോടൊരു ദിവസം പറഞ്ഞു, ഞാൻ മോളെ സഹായിക്കാം, മോളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹായിക്കണമെന്ന് തോന്നുന്നു, ചിലപ്പോൾ ദൈവം നമ്മളെ കൂട്ടിമുട്ടിച്ചതായിരിക്കും എന്നൊരു ഗതിയിലേക്ക് ഇവരെത്തി. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഇവർ പറഞ്ഞു, എനിക്ക് ഉപകാരമല്ലാത്ത, ശ്രദ്ധിച്ച് കേൾക്കുക, ഇങ്ങനെയാണ് അവരെന്നോട് പറഞ്ഞത്, എനിക്ക് ഉപകാരമല്ലാത്ത കുറച്ച് ഗോൾഡ് എൻ്റെ കൈവശമുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട. എന്നാൽ 1-2 തവണ ഞാൻ പറഞ്ഞ് വിലക്കിയതാണ്. പക്ഷേ ഇവർ പറഞ്ഞു, ഇപ്പം എനിക്ക് തിരിച്ചു തരണ്ട, ഇതിന് ഒരാവശ്യമില്ലാതെ ഇത് ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി. പക്ഷേ നിങ്ങൾക്കറിയോ, ഇത് അവരുടെ സാധനമല്ലായിരുന്നു, അവരുടെ അമ്മായിയമ്മയുടെ സാധനമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് ഞാൻ എന്താ പറയുക, ഞാൻ ഇവരോട് വിലക്കി. ഞാൻ പറഞ്ഞു, വേണ്ട, നമ്മൾ മറ്റൊരാളുടെ അനുവാദം ചോദിക്കാതെ എടുക്കുന്നത് തെറ്റാണ്. പിന്നെ ഇവർ ആവശ്യം പറഞ്ഞു, ഇതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല, ഇതിങ്ങനെ ചുമ്മാ ഇരിക്കുക, അതുകൊണ്ട് ഒരാളുടെയെങ്കിലും ലൈഫിൽ ഉപകാരം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് ഇവർ വീണ്ടും എന്നെ സഹായിക്കാനായിട്ട് വന്നു. അങ്ങനെ ഇവരെന്നെ സഹായിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലാതെ പോയി. പിന്നീടാണ് ഇവർ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ അവസ്ഥയനുസരിച്ച് നമ്മൾ തിരിച്ചു കൊടുത്താൽ മതി. പിന്നീട് ഇവരുടെ സ്വഭാവം മാറുന്നത് ഞാൻ കണ്ടു. അതായത് എനിക്കൊരു സമാധാനവും എൻ്റെ കുടുംബത്തിനൊരു സമാധാനവും തന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ആ സമയത്ത് എൻ്റെ വിവാഹവും ഒക്കെ കൂടെ ഒരുമിച്ച് വരികയാണ്. അപ്പോൾ ഞാൻ ലോണിന് അപ്ലൈ ചെയ്തു. ലോണിന് അപ്ലൈ ചെയ്തിട്ട് ലോൺ പാസ്സായി കിട്ടിയില്ല. വിവാഹം നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുമോ എന്നൊരു വിഷമമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ 1 രൂപ പോലും കയ്യിലെടുക്കാതെയാണ് എൻ്റെ വിവാഹം നടത്തിയത്. അത് അത്ഭുതകരമായിട്ട് കർത്താവ് ഇടപെട്ടതാണ് കേട്ടോ. പക്ഷേ അതിനിടയിൽ ഈ ഒരു വലിയ സഹനം ഇങ്ങനെ കിടക്കുക. അതിന് ഞാനിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന അവരുടെ സ്വഭാവമൊക്കെ മാറി. അവരെന്നെ വളരെയധികം മോശമായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങി, വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് വളരെയധികം വേദനയും ദുഃഖങ്ങളും ഉണ്ടാക്കി. പക്ഷെ അപ്പോഴും ഞാൻ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു. പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൽ ഏകദേശം 1 വർഷത്തോളം തുടർന്നു. പക്ഷേ നിങ്ങൾക്കറിയോ, ഞാൻ എളിമയോടെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി നിന്നു. ഞാൻ പ്രാർത്ഥിച്ചു. അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ 3 കാര്യങ്ങളാണ് കർത്താവ് ബോധ്യപ്പെടുത്തി തന്നു. 1, നമ്മൾ മറ്റുള്ളവരുടെ സാധനങ്ങൾ അവർ തരാമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ മേടിക്കാൻ നിൽക്കരുത്. മനസ്സറിഞ്ഞു നമ്മളെ സഹായിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് കൈനീട്ടാം. അല്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മേടിക്കുക. 1. 2, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. 3, നമ്മൾ എളിമപ്പെടുക. ഇതായിരുന്നു ദൈവത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും അതിലൂടെ എൻ്റെ എളിമപ്പെടലുമാണ് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മേലിൽ ഒരിക്കലും ഇതുപോലുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വരുത്തി വെക്കരുത്, കടം മേടിക്കരുതെന്നൊരു താക്കീതും കൂടി ഈശോ എനിക്ക് തന്നു. ആ കടം 3 ഈശോ തന്നെ വീട്ടി കേട്ടോ. 1 വർഷം കൊണ്ട് 3 ഗഡുവായിട്ട് കർത്താവ് അത് വീട്ടിൽ തന്നു. അത് അത്ഭുതകരമായിട്ട് വീട്ടിൽ തന്നു. സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ വലിയ ബാധ്യത ഒഴിവായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വരെ എൻ്റെ ലൈഫിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അന്ന് ഞാൻ കർത്താവിന് വാക്ക് കൊടുത്തു, ഒരിക്കൽ പോലും 10 രൂപ നമുക്കെടുക്കാൻ നമ്മുടെ കയ്യിലില്ലെങ്കിലും ആരുടെ മുമ്പിലും കൈനീട്ടില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ കൈനീട്ടൂ എന്നൊരു വാശിയായിരുന്നു എനിക്ക്. നിങ്ങൾക്കറിയോ, ഈശോ എനിക്ക് തന്നിട്ടേ ഉള്ളൂ. തമ്പുരാനോട് ചോദിക്കുന്നതൊക്കെ തമ്പുരാൻ എനിക്ക് വാരിക്കോരി തന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഈശോയോട് അതിര് കവിഞ്ഞൊന്നും ചോദിക്കാറില്ല. പക്ഷേ ആവശ്യങ്ങൾ വരുമ്പോൾ ആരുടെയും മുന്നിൽ കൈനീട്ടില്ല, കർത്താവിൻ്റെ മുമ്പിൽ കൈനീട്ടും. കർത്താവ് അത് സാധിച്ചു തരും. നേരിട്ട് കയ്യിലേക്കൊന്നും ഏൽപ്പിക്കില്ലെങ്കിൽ പോലും ദൈവം അത് നടത്തി തന്നിട്ടേ ഉള്ളൂ. അതെനിക്ക് നന്ദി മാത്രം. അതിനേക്കാൾ ഉപരി ദൈവത്തോട് എന്ത് കൊടുക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ പറയാൻ കാരണം, ഒരുപാട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഇതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തിരിച്ചു കൊടുക്കാനാവാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും, അതുപോലെ ഇതേ രീതിയിൽ മാനസികാവസ്ഥ അനുഭവിക്കുന്നവർ, കടം കീറി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർ, അതുപോലെ ജപ്തിയിൽ നിൽക്കുന്നവർ ഒക്കെ ഒത്തിരി ദൈവമക്കൾ ഒരുപാട് പേരുണ്ട് ഇന്ന് കാണാൻ നമുക്ക്. പക്ഷേ അതൊക്കെ ആരുടെയും തെറ്റുകൊണ്ടല്ല നമ്മളെ ആക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ആക്കുന്നത് പ്രത്യേക സാഹചര്യങ്ങളാണ്. അതിനകത്ത് നമ്മളും കൂടി ഇൻവോൾവ് ആകുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ കയ്യിലെ തെറ്റുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത്. കാരണം ഞാനൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ
ഒരുപക്ഷെ വേണ്ട എന്ന് തറപ്പിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരില്ലായിരുന്നു. പക്ഷേ ആ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയതിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും ഞാൻ ആരുടെ മുമ്പിലും കൈനീട്ടാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം എനിക്ക് താക്കീത് നൽകി, എന്നെ ശാസിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും നമ്മൾ മറ്റുള്ളവരോട് മുമ്പിൽ കൈനീട്ടരുത്. പണ്ടത്തെ ഒരു കാലഘട്ടമല്ല ഇത്. പണ്ട് നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ, ചുറ്റുവട്ടമുള്ള വീടുകളിലേക്ക് നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലെങ്കിൽ പോലും കൈ നീട്ടിക്കഴിഞ്ഞാൽ തരുന്ന കാലഘട്ടമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് നമ്മളെ സഹായിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ എൻ്റെ കുടുംബത്തിന് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. അതുപോലെ ഒത്തിരി പേര് അങ്ങനെ സഹായിച്ചിട്ടുള്ളവരാണ്. നമുക്കറിയാം, അങ്ങും ഇങ്ങും ഒക്കെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏത് കുടുംബത്തിലാണ് അങ്ങനെ ഉണ്ടാവുന്നത്? നമ്മൾ ഇന്ന് ചെന്ന് ഒരു വീട്ടിൽ ചെന്ന് കുറച്ച് അരി തരാമോ എന്ന് ചോദിച്ചാൽ തരുമോ? തരത്തില്ല. തരുന്നവർ കാണും കേട്ടോ, പക്ഷേ പലരും കൈ മലത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദൈവമക്കളെ, ഞാൻ പറയുകയാണ്, പലിശയ്ക്ക് മേടിക്കുന്നതും കടം മേടിക്കുന്നതും ദയവ് ചെയ്ത് നിങ്ങൾ മേടിക്കാതിരിക്കുക. അങ്ങനെ മേടിച്ചവരോടാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെയും 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 നിങ്ങൾ സാമ്പത്തികമായിട്ട് കടബാധകൾ ചെന്ന് വീഴും എന്നല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ടൊരു പ്രയോജനം കിട്ടത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതവും ദുഃഖവും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇന്ന് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ദൈവത്തിന് സമർപ്പിക്കുക. നിങ്ങളത് വീട്ടിൽ തീർക്കുന്നോടം വരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. തമ്പുരാൻ്റെ സമ്പന്നതയിൽ നിന്നും അവിടുന്ന് നമ്മളെ സഹായിക്കാൻ പ്രാർത്ഥിക്കുക. ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ നമ്മുടെ കർത്താവാണ് കേട്ടോ, വേറെ ആരുമല്ല. അവിടത്തേക്ക് തരാത്തതായിട്ട് അല്ലെങ്കിൽ അവിടത്തേക്ക് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ആ ദൈവത്തോട് നിങ്ങൾ ചോദിക്കുക, ദൈവം തരും. നമ്മുടെ കാര്യങ്ങളിൽ ദൈവം ഇടപെടുകയും ചെയ്യും. പക്ഷെ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ കൈനീട്ടുമ്പോൾ കർത്താവ് മാറി നിൽക്കും ദുഃഖത്തോടെ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു സംഭവിച്ചത്. അതിൽ പിന്നെ ഇന്ന് വരെ ഞാൻ അമ്മയോടും എൻ്റെ അച്ഛനോടും ഒക്കെ പറയാറുണ്ട്, ഒരിക്കലും ആരുടെ മുമ്പിൽ കൈനീട്ടരുത്. നമ്മൾ നാണം കെടുന്നതിന് തുല്യമാണത്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ തല കുനിക്കുമ്പോൾ കർത്താവിന് സങ്കടമാണ്. എന്നാൽ അതേസമയം നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പൊയ്ക്കോ, ഈശോയോട് ചോദിച്ചോ, ഈശോ ഒരു പരാതിയും കൂടാതെ നമ്മുടെ ഏത് ബാധകളാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും സഹനമാണെങ്കിലും ഈശോ അത് നമ്മളെ കാത്തു പരിപാലിക്കും, നമ്മളെ ചേർത്ത് പിടിക്കും. ഇതുപോലെ ആരാണ് ചെയ്യുക? നമ്മുടെ പ്രിയപ്പെട്ടവരോ, നമ്മുടെ സുഹൃത്തുക്കളോ, നമ്മുടെ ബന്ധുക്കളോ ആരും നമ്മളെ സഹായിക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഇന്നായിരിക്കുന്ന ഏത് അവസ്ഥയാണോ ആ അവസ്ഥ ദൈവത്തിന് കൊടുത്തിട്ട് മേലിൽ ഒരിക്കലും ഇതുപോലെ ചെയ്യില്ല എന്ന് കർത്താവിന് കൊടുക്കുക. ഓരോ അവസ്ഥയിൽ നിന്നും വലിയ വലിയ ദുരിതത്തിലേക്ക് നിങ്ങൾ ചെന്ന് ചാടാതിരിക്കുക. നമ്മുടെ നിവൃത്തികേടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചോ, കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുപോലെ തന്നെ ഇതുപോലെ സാമ്പത്തിക ബാധ്യതകളുള്ള ദൈവമക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇതുപോലെ ഒരുപാട് തെറിവിളിയും അതുപോലെ തന്നെ ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും തോന്നാതിരിക്കട്ടെ, ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതോടൊപ്പം നിങ്ങളുടെ പേരും കൂടി ഇടണം. വേറൊന്നും കൊണ്ടല്ല, അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് ചേർന്ന് ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. സമൃദ്ധമായിട്ട് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.